നവ്യ ശരിക്കും പ്രഗ്നന്റ് ആവുന്നുണ്ട്. ഈ സമയത്ത് നവ്യനെ നോക്കാനായിട്ട് കനകം വന്ന് വീട്ടിൽ നിൽക്കാണ്. അങ്ങനെ കനകവും നവ്യയും നല്ല കൂട്ടാവുന്നുണ്ട്. പഴയ പോലെ തന്നെ അമ്മയും മക്കളും നല്ല ഫ്രണ്ട്സായിട്ട് തന്നെ അവിടെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നയനെ നവ്യനെ തൊടാനോ ഒന്ന് സംസാരിക്കാനോ പോലും ആരും തയ്യാറാവുന്നില്ല കേട്ടോ. കനകത്തിനെ പേടിച്ചിട്ട് കനകം അങ്ങനെ അവിടെ നല്ലൊരു സ്വാധീനം തന്നെ ചെലുത്തുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ കനകത്തിന് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ കനകം വന്നിട്ട് പറയുന്നുണ്ട് നവ്യയോട്, എന്തൊക്കെയാണെങ്കിലും നീ അതുപോലെ അഭിനയിച്ചെന്ന് പറഞ്ഞാലും ഈശ്വരൻ നിനക്ക് നല്ലൊരു കുഞ്ഞിനെ തരാൻ പോവാണല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇനി നവ്യമോളുടെ കുഞ്ഞിനെ കൂടെ കണ്ടാൽ എനിക്ക് സമാധാനം ആയേനെ. നന്ദുനെ കൂടെ ആരെങ്കിലും കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കണമെന്ന് കനകം പറയാണ്. ഈ സമയത്ത് നവ്യ പറയുന്നുണ്ട്, എൻ്റെ കാര്യമൊക്കെ ശരിയാമ്മേ, പക്ഷെ നയനയ്ക്ക് ഉടനെയെങ്കിലും അങ്ങനെ ആഗ്രഹം അമ്മ ആഗ്രഹിക്കുക പോലും വേണ്ട, നടക്കാൻ പോകുന്നില്ലെന്ന് പറയുമ്പോൾ നീ എന്താ മോളെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അമ്മേ, അവർ തമ്മിൽ ഇതുവരെ ആദ്യരാത്രി പോലും കഴിഞ്ഞിട്ടില്ല, പിന്നെ അങ്ങനെ അവർക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ മോൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അതേ അമ്മേ, ഞാൻ സത്യമാണ് പറഞ്ഞത്, അവർ രണ്ടിടത്താണ് കിടക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ് നീ പറഞ്ഞത്, ഞാനൊരു പ്രാവശ്യം ചെന്നപ്പോൾ തറയിലൊരു ബെഡ് കിടക്കുന്നത് കണ്ടു. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കിന് പെട്ടെന്ന് യോഗ ചെയ്യാനാണെന്നോ മറ്റെന്തൊക്കെയോ പറഞ്ഞ് അവർ ഒഴിവായെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ ഒരുമിച്ചാണ് കിടക്കുന്നതെന്ന് കനകം പറയാണ്. ഒരുമിച്ചൊരു കട്ടിലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ, പക്ഷെ അവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്, എനിക്കും തോന്നിയിട്ടുണ്ട്. അവരെ ഒരുമിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും നവ്യ പറയാണ്, അമ്മയ്ക്കറിയാമല്ലോ പണ്ട് കാലത്ത് എന്തൊക്കെയാണ് ചെയ്തിരുന്നതെന്ന്, അതൊക്കെ അമ്മ അങ്ങനെ ചെയ്തു കൊടുക്കമ്മേ എന്ന് പറയുന്നുണ്ട്. അത് നീ പറഞ്ഞത് ഐഡിയ തന്നെയാണെന്ന് പറഞ്ഞിട്ട് കനകം പറയുന്നുണ്ട്, ഇന്ന് കണ്ടോ അവനെ ഞാൻ ഞെട്ടിക്കാൻ പോവാ, ഇന്ന് രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലുമൊക്കെ നടന്നിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കനകവും നവ്യയും നയനയും കൂടിയിട്ട് അടുക്കളയിൽ കയറാണ്. നവ്യോട് പറയുന്നുണ്ട്, നീ ഒന്നും ചെയ്യണമെന്ന് പറയുമ്പോൾ സാരമില്ലമ്മേ, എന്തെങ്കിലുമൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ അടുക്കളയിൽ കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ മുരിങ്ങിക്ക കനകം മേടിച്ചിട്ട് വരികയാണ്. മുരിങ്ങിക്ക തോരൻ, മുരിങ്ങിക്ക സാമ്പാർ, മുരിങ്ങിക്ക ഇട്ടുള്ള അവിയൽ, മുരിങ്ങിക്ക സൂപ്പ്, ജ്യൂസ്, അങ്ങനെ മുരിങ്ങയ്ക്ക കൊണ്ടുള്ള കുറേ ഐറ്റംസ് അങ്ങനെ നിരത്തി വെക്കുകയാണ് കേട്ടോ നമ്മുടെ കനകം. അങ്ങനെ കനകം ഈ സാധനങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഹാളിലെ ടേബിളിൽ കൊണ്ടുവെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വിളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വരുമ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, ആഹാ നല്ല മണം വരുന്നുണ്ടല്ലോ, പണ്ട് എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന കറികളുടെ രുചി ആ മണം വരുന്നുണ്ടെന്ന് പറയുമ്പം നവ്യ നയനെ പറയാണ്, ഞങ്ങളുടെ അമ്മ അങ്ങനെ ഉണ്ടാക്കിയാൽ അങ്ങനെ ഭക്ഷണത്തിനൊക്കെ നല്ല മണോ നല്ല സ്വാദാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, ആ ഒരു സ്വാദും മണമൊക്കെ തന്നെയാണ് നയനമൊക്കെ കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ ചോദിക്കുകയാണ്, എന്താടി അടുക്കളയിൽ കയറാത്തുള്ള അടുക്കളയിൽ കയറിയിട്ട് വലിയ ജാടയാണോ എന്ന് ചോദിക്കുകയാണ് നവ്യയോട്. അടുക്കള ഭാഗം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തവർക്ക് അങ്ങനെ പലതും തോന്നുന്നു പറഞ്ഞ് അവളെ കളിയാക്കി നല്ല സെറ്റാക്കി വിടുന്നുണ്ട് നവ്യ. അപ്പോഴേക്കും മുത്തശ്ശൻ ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കഴിക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്ലേറ്റും തുറന്നു നോക്കുമ്പം എന്നൊക്കെ ഐറ്റം എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ കനകം പറയാണ്, മുരിങ്ങിക്ക തോരനുണ്ട്, മുരിങ്ങിക്ക സാമ്പാറുണ്ട്, സൂപ്പുണ്ട്, മുരിങ്ങിക്ക കൊണ്ടുള്ള അവിയലുണ്ട്, അങ്ങനെ തോരനുണ്ട്, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ എല്ലാ ഐറ്റംസും നിരത്തി വെക്കാണ്. അതെന്താ ഇന്ന് മുഴുവനായിട്ടൊരു മുരിങ്ങിക്കാൻ മയമെന്ന് ആദർശ് ചോദിക്കുമ്പം എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് നവ്യ പെട്ടെന്ന് വാവിട്ട് പറഞ്ഞു പോവാണ്. ഇന്ന് കനകം ഇങ്ങനെ കണ്ണ് കാണിക്കുക, അയ്യോ അല്ല അങ്ങനല്ല പറഞ്ഞത്, എല്ലാം ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ബാക്കി എല്ലാവർക്കും കാര്യം മനസ്സിലായി, എല്ലാവരും ചിരിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, അത് വേറൊന്നുമല്ല, എനിക്കൊരു മരുന്നിന് വേണ്ടി ഡോക്ടർ പറഞ്ഞതാ മുരിങ്ങിക്ക കൂടുതലായിട്ട് കഴിക്കണമെന്ന്, അങ്ങനെ ഒരു മരുന്നാണെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ദേവയാനിയും ജയനും അതുപോലെ തന്നെ ചെറിയമ്മയും ചെറിയച്ഛനും എല്ലാവരും ചിരിക്കുകയാണ്. പക്ഷേങ്കിൽ നമ്മുടെ ആദർശിന് മാത്രം കാര്യം മനസ്സിലായിട്ടില്ല. എന്തായാലും ചിരിക്കുന്നത്, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് സൈഡിൽ നമ്മുടെ ദേവേനി പറയാണ്, മോനെ എന്തുകൊണ്ട് നീ ഇന്ന് രാത്രി ഒന്ന് സൂക്ഷിച്ചോണെന്ന് പറയുമ്പം അതെന്താ അമ്മ അങ്ങനെ ചോദിക്കുകയാണ്. അതിന്ന് അങ്ങനെയൊക്കെ തന്നെയാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ കറികളെല്ലാം കൂടെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ആദർശ്, ഇതുവരെ ഇങ്ങനത്തെ കറി ടേസ്റ്റോട് കൂട്ടിയിട്ടേ ഇല്ല, ഈ മുരിങ്ങയ്ക്കൊക്കെ ഇത്ര രുചി ഉണ്ടായിരുന്നെന്ന് ചോദിച്ചിട്ട് മുരിങ്ങയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് തിന്നെയാണ്. അങ്ങനെ ഒരു പ്ലേറ്റ് നിറച്ച് മുരിങ്ങയ്ക്കയുടെ തൊണ്ട് മാത്രം വെച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും നവ്യയുടെ കനകം പറയാണ്, നമ്മുടെ പ്ലാനിങ് ഏറ്റു, ഇന്ന് തന്നെ അവർ ആദ്യരാത്രി കഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞ കനകം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇത് കണ്ടുകൊണ്ട് ദേവേനെ മനസ്സിലുറപ്പിക്കുകയാണ്, അമ്മയും മക്കളും എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് തന്നെ ഇറങ്ങിയിരിക്കുന്നത്. ആ കനകത്തിന്റെ ബുദ്ധി സാധാരണ ബുദ്ധിയൊന്നും അല്ല എന്നിങ്ങനെ അവള് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയിൽ നയനയും ആദർശം പോയി കിടക്കുന്നുണ്ട്. അങ്ങനെ നയന നല്ല ഉറക്കമായിരിക്കും കേട്ടോ. പെട്ടെന്ന് ആദർശ് ചാടി എഴുന്നേക്കാണ്. ഈശ്വര, എനിക്കിതെന്താ പറ്റിയത്, എനിക്ക് ശരീരത്തിന് എന്തൊക്കെയോ പോലെ തോന്നുന്നല്ലോ എന്ന് പറയാണ്. അങ്ങനെ അവന് ആ മുറിയിലകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവൻ്റെ മനസാക്ഷി ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. മനസാക്ഷി എന്ന് പറഞ്ഞാൽ ഒരു പക്കാ റൗഡി ലുക്കിലൊക്കെ ഒരു മനസാക്ഷി പുറത്തേക്ക് വരുന്നുണ്ട്. അയ്യോ നീ ആരാന്ന് ചോദിക്കുമ്പം ഞാനാണ് നിന്റെ മനസാക്ഷിയാണെന്ന് പറയുന്നുണ്ട്. മനസാക്ഷിയോ,
നീ എന്തിനാ ഇപ്പോൾ വന്നതെന്ന് ചോദിക്കുമ്പോൾ നിന്റെ അടുത്ത് ഇതുപോലൊരു പെങ്കൊച്ച് കിടന്നിട്ട് നിനക്കൊന്നും തോന്നില്ലടാന്ന് ചോദിക്കുമ്പോൾ ചേച്ചേ അങ്ങനെ പറയാൻ പോലും പാടില്ല, നീ എന്ത് വൃത്തികെട്ടവനാടാ, നീ മിണ്ടാരിക്കടാന്ന് പറയുമ്പോൾ ആ ഞാനല്ല നിന്റെ മനസ്സ് തന്നെ അത് പറയുന്നത്, നീ കണ്ടില്ലേ നല്ല ആപ്പിള പോലത്തെ പെങ്കൊച്ച, നീ വരുന്നില്ലെങ്കിൽ വരണ്ടടാ, ഞാൻ തന്നെ അവളുടെ അടുത്തേക്ക് പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. വേണ്ടടാ എന്ന് പറഞ്ഞിട്ട് ആദർശ് ആ മനസാക്ഷി തടയാൻ ശ്രമിക്കുമ്പോഴേക്കും മനസാക്ഷി പോയിട്ട് നയനയുടെ അടുത്തേക്ക് പോയിട്ട് നയന ഇങ്ങനെ ഉമ്മ വെക്കാനായിട്ട് പോവാണ്. പെട്ടെന്ന് മാറിപ്പോടാ അതെൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊരു തലകാണി എടുത്ത് ആദർശ് ഇങ്ങനെ മനസാക്ഷിയിട്ട് എറിയാണ്. പക്ഷെ അത് കൊള്ളുന്നത് നമ്മുടെ നയനക്കിട്ടാണ് കേട്ടോ. നയനെ കാറിക്കൊണ്ട് എണീക്കാണ്. അയ്യോ എന്താ കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് ചാടി എഴുന്നേക്കുന്നു. ഈ രാത്രിയിൽ എന്തിനാ തലകാണി വലിച്ച് ഇറങ്ങിയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഈ സൗണ്ട് നമ്മുടെ കനകവും നവിയും കേൾക്കുന്നുണ്ട്. കനകം പറയാണ് എങ്ങനെയുണ്ട് എൻ്റെ മുരിങ്ങിക്കാടെ പവർ എന്ന് ചോദിക്കുമ്പോൾ അമ്മേ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നവ്യ അവളുടെ മുറിയിലേക്കും കനകത്തിൻ്റെ മുറിയിലേക്കും പോവാണ്. എന്താ ആദർശിട്ട എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അവൻ എന്ന് പറയുമ്പം ഏതവൻ ആരാ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല നീ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയാണ്. ആദർശാണെങ്കിലും പോയി കിടക്കാൻ നോക്കിയിട്ടൊന്നും ആദർശിന് ഒരു രക്ഷയില്ല. ആദർശിന് കിടക്കാൻ പോലും പറ്റുന്നില്ല. ആദർശിൻ്റെ ഈശ്വര എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടല്ലോ, എന്താ ഇതെന്ന് പറഞ്ഞിട്ട് ആദർശ് ഇങ്ങനെ ഒരു ഇതും ഇല്ലാതെ ഇങ്ങനെ കിടക്കാണ് അവിടെ. എനിക്ക് വല്ലാണ്ട് പോലെ വരുന്നുണ്ട്, കുറച്ച് ഐസ് എടുത്തോണ്ട് വാ, എനിക്ക് ഉറക്കം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശം ഓർന്നൊക്കെ പറയുമ്പോഴേക്കും നയന കുറച്ച് ഐസ് ക്യൂബൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇവിടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഐസ് ക്യൂബ് തെറിച്ച് പോവുകയാണ്. അങ്ങനെ ആദർശിൻ്റെ മേത്തേക്കൊക്കെ വീഴുന്നുണ്ട്. പെട്ടെന്ന് ആ ഐസ് ക്യൂബിൽ അപ്പോൾ അവൻ്റെ കയ്യിൽ കുറച്ച് മുല്ലപ്പൂ ഒക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ കവറിനകത്ത് ആരാ മുല്ലപ്പൂ വെച്ചെന്നൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഐസ് ക്യൂബ്സിലൊക്കെ കാല് തട്ടിയിട്ട് ആദർശ് നേരെ ഇങ്ങനെ തെന്നിപ്പോവാണ്. അങ്ങനെ നയനയുടെ മേത്തേക്ക് പോയി വീഴുന്നുണ്ട്. അപ്പം മുല്ലപ്പൂ ഇങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് പോയിട്ട് ആ റൂം ആകെ പാടെ മുല്ലപ്പൂ കൊണ്ട് നിറയുന്നുണ്ട്. അങ്ങനെ നയനയുടെ മുകളിലേക്ക് ആദർശ് പോയി വീണ തറയിൽ ഇങ്ങനെ രണ്ടിനും കിടക്കാണ് കേട്ടോ. ആ ഒരു കിടപ്പിൽ കുറേ നേരം ഇങ്ങനെ രണ്ടിനും കിടക്കാണ്. അപ്പോൾ അവിടെ ഒരു റൊമാൻറ്റിക് സോങ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇതുവരെ അവിടെ അപ്ലോഡ് ആയിട്ടില്ല. അപ്പോൾ നാളെ തന്നെ നമ്മളത് എപ്പിസോഡിൽ നാളത്തെ അപ്കമിങ് റിവ്യൂസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇതിന് ശേഷം അതായത് നന്ദുവിൻ്റെയും അനിയുടെയും വിവാഹം നടക്കാൻ പോകുന്നേ ഉള്ളൂ ആ സമയത്ത്. അതുപോലെ തന്നെ അനിയും ആദർശും നയനയും ഈ ഒരു അവസരത്തിൽ ഒന്നിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും നാളായിട്ടും നയന തൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് കൊണ്ടും നയനയുടെ കഴിവ് കൊണ്ടും മനസ്സിലെ നന്മ കൊണ്ടും മുത്തച്ഛൻ നന്നായിട്ട് നോക്കുന്നുണ്ടൊക്കെ തന്നെ ആദർശിന് നയനയുടെ വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ദേവയാനിക്ക് വേണ്ടി എല്ലാം സാക്രിഫൈസ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഇങ്ങനെ മുരിങ്ങയ്ക്കൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ദേവയാനിക്ക് വല്ലാത്തൊരു പേടിയും വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി എങ്ങാണം തൻ്റെ മകൻ അറിയാതെ അവളെ എങ്ങാണം അവളുടെ കൂടെ എങ്ങാണം ശാന്തി മുഹൂർത്തം നടത്തുമോ എന്നൊക്കെ ഓർത്ത് അവൾക്ക് നല്ല പേടിയുണ്ട്. അങ്ങനെ നമ്മുടെ ദേവയാനി ഇങ്ങനെ മുറിയിൽ അസ്വസ്ഥയായിട്ട് ഉറങ്ങാതെ അങ്ങോട്ടൊന്നും നടക്കുന്നുണ്ട്. ഈശ്വര ഇനി എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നൊക്കെ ഓർത്തിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ കനകം മനസ്സിൽ പറയുന്നുണ്ട് എന്തായാലും ഇന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് നല്ലൊരു കുഞ്ഞാവനെ കാണാൻ പറ്റുമെന്ന് മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. മുത്തശ്ശിയോട് പറയാണ് കനകത്തിൻ്റെ ഐഡിയ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ സൂപ്പർ ഐഡിയ അല്ലേ കനകത്തിൻ്റെ എന്ന് ചോദിക്കുകയാണ്. ഇന്നെന്തായാലും നമ്മുടെ കൊച്ചുമോനൊരു കലക്ക് തന്നെ ചെയ്യും, അത് കണ്ടോണം, എൻ്റെ ആഗ്രഹം സഫലീകരിക്കാൻ പോവാ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മൂത്ത കൊച്ചുമോൻ്റെ മോനെയും കൂടെ കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയാണ് മുത്തശ്ശിയും. ഇതുപോലെ വരാനിരിക്കുന്ന സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിന് സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. മിസ് ആവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.